ഞാനിപ്പോൾ നിൽക്കുന്നത് പാണയം എന്ന സ്ഥലത്താണ്. കൊല്ലം ജില്ലയിലെ അഞ്ചലിനടുത്ത് പാണയം എന്ന് പറയുന്ന സ്ഥലത്ത്. പാണയത്ത് പുളിഞ്ചി തോട്ടം എന്ന് പറയുന്ന ഒരു വലിയ മലയുണ്ട്. അതായത് റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു. റബ്ബർ എസ്റ്റേറ്റ് ഇപ്പം റബ്ബറൊക്കെ മുറിച്ച് കൈത പ്ലാന്റ് ചെയ്തേക്കുവാണ്. ഈ കൈതയൊക്കെ നട്ടേക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ആ തോട്ടമൊക്കെ കാണാൻ ഭയങ്കര ഒരു നല്ല ഭംഗിയല്ലേ. അതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ചുമ്മാ വെറുതെ ഒന്ന് കണ്ട് ഒന്ന് വീഡിയോ പകർത്താനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പാണയം എന്ന സ്ഥലത്ത് പുളിഞ്ചി തോട്ടത്തിൽ. അപ്പം ഈ കൈത കാഴ്ചകളൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങി നടന്ന് കാണാം. ഞാനിപ്പോൾ ഏകദേശം ഈ മലയുടെ മുകളിലാണ് നിൽക്കുന്നത്. ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് തൊട്ട് ഇങ്ങനെ താഴോട്ട് എൻ്റെ കൈതയാണ് കണ്ടോ. നല്ല ഭംഗിയാണ്. എല്ലാവർക്കും അറിയാമല്ലോ ആ കൈത ദൂരെ നിന്ന് കാണാൻ. ഇത് കറക്റ്റ് ഇതിൻ്റെ ഒരു ഭംഗി കറക്റ്റ് നമുക്ക് നല്ലതുകൊണ്ടൊക്കെ അത് മനസ്സിലാവണമെങ്കിൽ, അല്ലെങ്കിൽ അത് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഹെലിക്യാമിൽ ഈ കൈതത്തോട്ടം ഷൂട്ട് ചെയ്യണം. ഇപ്പം ഇതിൻ്റെ ഈ മലയുടെ മുകളിൽ നിന്ന് അങ്ങ് താഴോട്ട് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഉള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീര വ്യൂ ആണ്. അതായത് ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ മലനിരകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നതാണ്. അതായത് ഇവിടെ ആ ഭാഗത്ത് കണ്ടോ, അത് പാണയം ജംഗ്ഷനാണ്. പാണയം പള്ളിയാണ് ആ കാണുന്നത്. കാണുന്നത് പാണയം പള്ളി, പാണയം ജംഗ്ഷനാണ് ആ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ഒരു പുകക്കുഴൽ പോലെ, കശുവണ്ടി ഫാക്ടറിയുടെ പുകക്കുഴലാണ് ആ കാണുന്നത്. പാണയം IHDP നഗറിൽ ഒരു കശുവണ്ടി ഫാക്ടറി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പ്രവർത്തനം ഇല്ലാത്തതാണ്. അപ്പോൾ ആ ഫാക്ടറിയാണ് ആ കാണുന്നത്. ആ കാണുന്നത് ഒരു ഷെഡാണ്. അതായത് ഇവിടുത്തെ ജോലിക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ നിൽക്കുന്നത്, അവിടെ കാണുന്നത്. അപ്പോൾ അവിടെ ജോലിക്കാരൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കാണാം, ചെറുതായിട്ട് കാണാം. അത് മലയുടെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അങ്ങോട്ട് കയറി വരുന്ന റോഡും വഴികളൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ആ കൈത നല്ല അടുക്കടുക്കായിട്ട് കൈത ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്നത് അടിപൊളിയല്ലേ. അപ്പോൾ അതിൻ്റെ നടുക്കൂടെ ആ റോഡും സെറ്റല്ലേ. ഇതാണ്. അപ്പോൾ അവിടുന്ന് ആ താഴ്ന്നാണ്ട് ആ കാണുന്ന അവിടുന്ന് അതുവഴിയാണ് ആ സൈഡിൽ കൂടെ ഉള്ള ആ റോഡിൽ കൂടെയാണ് ഞാൻ വന്ന് നേരെ ഈ മലയുടെ മുകളിലോട്ട് ഇങ്ങനെ കയറി. അപ്പോൾ ഈ മലയുടെ മുകളിൽ അങ്ങേ തലയ്ക്ക് കാണാം കണ്ടോ. അവിടെയും എല്ലാം കൈതയാണ്, എല്ലാം ഒരാളുടെയാണ്. ഇതിലേക്കൂടെ ഇനിയുണ്ട്, മുകളിലോട്ട് ഇനിയുണ്ട്. അത് കഴിഞ്ഞാൽ റബ്ബറാണ് കേട്ടോ, ഇനിയുണ്ട്. ഭയങ്കര ഭംഗിയാണ് കൈതത്തോട്ടം കാണാൻ, അല്ലയോ. ഇവിടെ നിന്ന് ഈ കൈതത്തോട്ടത്തിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ മുകളിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ആ മലനിരകൾ. അതായത് പാണയം നാടും പാണയം ആ ജംഗ്ഷനും, ആ ജംഗ്ഷനൊക്കെയാണ് ആ വീടും ആ പള്ളിയൊക്കെ കാണുന്ന ആ സ്ഥലം. പാണയം ജംഗ്ഷനാണ് അത്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു മൊബൈൽ ടവർ, അതുകൊണ്ട് അവിടെ ടവർ കാണാം. അത് ഏരൂർ ഭാഗമാണ് കേട്ടോ. ആ ടവർ കാണുന്നത് ഏരൂർ ഭാഗമാണ് അല്ലേ? അല്ല അത് ആലഞ്ചേരിയിലോട്ട് പോകുന്ന ഭാഗം. ആലഞ്ചേരി കറ്റീട്ട എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്തുള്ള ആ മൊബൈൽ ടവർ, അത് ശരിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി അവിടുന്ന് വലത് സൈഡിലോട്ട് പോകുന്നത് അഞ്ചലോട്ടും. അപ്പോൾ ഇവിടുന്ന് ആ മലയുടെ മുകളിലോട്ടൊക്കെ കാണുന്നത് ഏരൂര്, വിളക്കുപാറ, കൊളുത്തുപ്പുഴ ആ ഭാഗമൊക്കെയാണ്. അതുകൊണ്ടോ അടിപൊളിയാണ് ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ. എന്നെ അളുക്കാന്നറിയാം. വലിയൊരു പാറയൊക്കെ അവിടെ കാണാനുണ്ട്. ഒരു പാറയൊക്കെ അവിടെ കാണുന്നുണ്ട്, പള്ളിയുണ്ട്. ഇത് സെറ്റ്.
നല്ല അടിപൊളിയായിട്ട് നല്ല ഷൈനിങ്ങിൽ നിൽക്കുന്ന സ്കൈയും ഒക്കെ കിടു പൊളി. പുളിഞ്ചിത്തോട്ടത്തിൻ്റെ ഒരു സൈഡിൽ കാണാം അടുത്ത സീസണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങൾ. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇനി വിളവെടുപ്പിനായിട്ട് തയ്യാറെടുക്കുന്ന അല്ലെ അടുത്തുകൊണ്ടിരിക്കുന്ന പൂക്കാനും കായ്ക്കാനും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന കൈത പ്ലാന്റ്. ഇവിടെ ഉണ്ട് വലിയ വലിയ പാറകളും പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല വെളുത്ത പാറ. ഈ കുന്ന് മൊത്തം നല്ല പാറകളാണ്. പാറയുടെയൊക്കെ ഇടയ്ക്ക് കൈതയൊക്കെ നട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് കയറാൻ പറ്റുമെന്ന് നോക്കാം. പാറയുടെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോയി നോക്കാം. മൊത്തം കൈത പ്ലാന്റ് ആയതുകൊണ്ട് ഇത്തിരി പോലും തണലില്ലല്ലോ, മരങ്ങളൊന്നുമില്ലല്ലോ, മൊത്തം നല്ല പൊക്കം കുറഞ്ഞ കൈതകളല്ലേ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ പാറക്കൂട്ടമുണ്ട്. അപ്പം അതുകൊണ്ട് തണലൊന്നുമില്ല, നല്ല വെയിലടിച്ച് കരിയുന്നുണ്ട്. ആ പാറകളൊക്കെ കാണാൻ ഭയങ്കര ലുക്കുണ്ട്. വെറുതെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം. കുന്നിൻ്റെ മുകളിൽ കയറി നല്ലതുകൊണ്ട് ആയിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തു വെച്ചേക്കുന്നത് പോലെ ഇരിക്കുന്നു പാറകളൊക്കെ ഓരോ ഡിസൈനിൽ. എന്നാലും ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്ന ആ വ്യൂ അതൊരു രക്ഷയില്ല. ഈ പാണയെന്ന് പറയുന്ന സ്ഥലത്തിന് ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ? എന്നാ ലുക്കാന്നറിയാമോ? പാണയെന്ന് പറയുന്ന ഈ കുഞ്ഞു പ്രദേശത്തിൻ്റെ ഈ ഭംഗി കാണണമെങ്കിൽ, അല്ല പാണയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഈ സൗന്ദര്യം കാണണമെങ്കിൽ ഈ പുളിഞ്ചി മലയുടെ മുകളിൽ നിന്ന് വന്ന് നോക്കണം. എൻ്റെ പൊന്നേ, കിടു അടിപൊളി, സൂപ്പർ സൂപ്പർ. എത്ര വർണ്ണിച്ചാലും മതിയാകത്തില്ല. കിട്ടുക നല്ല ഭംഗിയാണ്. കണ്ടോ, പാറക്കൂട്ടങ്ങളും കൈതത്തോട്ടങ്ങളുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ദൃശ്യഭംഗിയാണ് ഞാനിവിടെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നത്. എൻ്റെ അമ്മേ വീണില്ല. ഇവിടെ നിന്നുകൊണ്ട് അങ്ങ് അക്കരെ കുന്നിൽ കാണുന്നത്. ഇവിടുന്ന് ഇപ്പം ഈ ഭാഗം കൈതത്തോട്ടം കഴിഞ്ഞ് നല്ല റബ്ബർ തോട്ടം ഇങ്ങനെ കിടക്കുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ വീടുകളൊക്കെ കാണാം. അപ്പം അതിൻ്റെ അപ്പുറത്ത് വലിയൊരു മല കാണാം, എണ്ണപ്പനത്തോട്ടം ഇങ്ങനെ നീണ്ടു നിവർന്നവിടെ കിടപ്പുണ്ട്. അതും വലിയ കുന്നുകളായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പം അതൊക്കെ കാണാം. ഭയങ്കര കാഴ്ച, അടിപൊളി കാഴ്ചകളാണ് കാണുന്നത്. വാ, എന്നാ പൊളിയാ, സൂപ്പർ 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 സൂപ്പർ. ഈ മലയിൽ നിന്ന് തിരിച്ചിറങ്ങിപ്പോവുക. അപ്പം ആണ്ട് ഈ പാറക്കെട്ടിൻ്റെയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വഴിയൊന്നുമില്ല, ഇങ്ങനെ താഴോട്ടാണ് എങ്ങനെയെങ്ങാണ്ടൊക്കെ കയറി വന്ന് ഇനി തിരിച്ച് വഴി എവിടെ നോക്കാം. എല്ലാം നല്ല ചരിഞ്ഞ പ്രദേശങ്ങളാണ്. നോക്കാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പം പറ്റുമെങ്കിൽ നമുക്ക് ഇത് കൈതയൊക്കെ പൈനാപ്പിളൊക്കെ പിടിച്ച് ആ വിളഞ്ഞ് വരുന്ന സമയത്ത്, ആ വിളവെടുക്കാറാവുന്ന ആ സമയത്തൊക്കെ നമുക്കൊരു വിസിറ്റും കൂടെ ഈ പൈനാപ്പിൾ തോട്ടത്തിൽ നടത്തണം. അപ്പോൾ നമുക്കറിയാം. ഇതിൻ്റെ ഇടയ്ക്കൂടെ റബ്ബർ തൈ വേണ്ട അടുത്ത സീസണിലേക്കുള്ള തൈ നട്ട് അതൊക്കെ കിളിച്ച് വരുന്നുണ്ട്. അതിനൊന്നും ഒരു ഉപദ്രവം തട്ടാതെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൈതാണ്ട് ഇങ്ങനെ ഓരോ ലൈനായിട്ടാണ് നട്ടേക്കുന്നത് കേട്ടോ. ഒരു പ്രത്യേക രീതിയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിങ്ങും അതിൻ്റെ ഒരു സംരക്ഷണമൊക്കെ കൊള്ളാം. റബ്ബർ തൈകൾ ഈ ഇടയ്ക്ക് ഈ തെളിഞ്ഞ് കാണുന്ന ഭാഗത്ത് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ എല്ലാം കാണാം, ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കാണാം. ഇവിടെയെല്ലാം റബ്ബർ തൈ നട്ടേക്കുകയാണ്. അതിൻ്റെ ഭാഗത്ത് മൊത്തം കൈത കൊണ്ട് നിറച്ചിരിക്കുകയാണ്. കാണണ്ടോ, ഓരോ
കണ്ടുകൊണ്ട് ഓരോ ലൈനായിട്ട് ഇങ്ങനെ ഓരോ നിരയിൽ ഇങ്ങനെ എടുക്കി വെച്ചേക്കുക. ഒന്ന് പിന്നെ ഇത് കൈത നട്ടേക്കുന്നു, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ്, പിന്നെ കൈത നട്ടേക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ്. അടിപൊളി. അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ വന്നു, ഒരറ്റത്തെത്തി. അതിൻ്റെ ഇടയ്ക്കൂടെ വഴിയുണ്ടോ? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്ന് നടുക്കൊരു മരം നിൽപ്പുണ്ട്. അടിപൊളി. ഇവിടെ നിന്നിങ്ങനെ ഇവിടുന്ന് ആ നേരെ കാണുന്ന ആ ഭാഗത്തോട്ടുള്ള ആ ഭാഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരൂര്, ആലഞ്ചേരി, ആ മലയുടെയൊക്കെ അപ്പുറം ഏരൂര് ഭാഗമാണ്. ഏരൂര്, ആലഞ്ചേരി, പിന്നെ അവിടുന്ന് മുകളിലോ അപ്പുറത്തോട്ട് പോകുമ്പോൾ വിളക്കുപാറ, പിന്നെ ഇവിടുന്ന് ഇടത് സൈഡിലോട്ട് പോകുമ്പോഴത്തേന് കാണാം അഞ്ചൽ പ്രദേശമാണ്. അതുകൊണ്ട് അവിടെ ആ റബ്ബർ തോട്ടം മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ അഞ്ചൽ പ്രദേശമൊക്കെ കാണാം. ഇവിടങ്ങളിൽ ഇവിടെ ഈ ഭാഗത്തെല്ലാം ഈ മലയുടെ മുകളിലെല്ലാം നല്ല പാറകളുണ്ട്, ചെറിയ ചെറിയ പാറകൾ. ഇതുകൊണ്ട് ആ റബ്ബറിൻ്റെ ഇടയ്ക്കായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരു പാറ. അതിൻ്റെ താഴെയുണ്ട് പാറ. കൊള്ളാം. ഇവിടെയും നല്ല ഭംഗിയുള്ള സ്ഥലം. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇല്ലാതെ ആൾക്കാർക്ക് എപ്പോഴും വന്ന് പോകാൻ പറ്റിയ അങ്ങനത്തെ ഒരു സ്ഥലമല്ല, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവരുടെ അനുവാദമൊന്നുമില്ലാതെ നമുക്ക് ഇതിനകത്തോട്ട് വരാൻ പറ്റത്തില്ല. നല്ല കൈതത്തോട്ടം, നല്ല പാറക്കൂട്ടങ്ങളും, പിന്നെ സ്കൈ ഒക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെ വെട്ടി തിളങ്ങി നിൽക്കുക. അടിപൊളിയല്ലേ? കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന റോഡ്. അപ്പോൾ ഈ റോഡ് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താ റബ്ബർ ബാറിലൊക്കെ കാണാം. റബ്ബർ ബാർ ഒഴിച്ച് വയ്ക്കുന്നത് ഈ ബാറിനകത്ത് ഒഴിച്ച് ശേഖരിച്ചാണ് വയ്ക്കുന്നത്. അപ്പോൾ അത് നിറയുമ്പോഴാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ താഴോട്ട്. ഇനി നമുക്ക് താഴോട്ട് പോകാം. നല്ല വെയിലിന് നല്ല ചൂടായി. ഇനി ഇവിടെ നിന്നാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ താഴോട്ട് പോകാം. മൊത്തം ഹെയർ പിന്നുകളാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അങ്ങ് പോയി, പിന്നെ അടുത്ത ഹെയർ പിന്ന് ഇവിടെ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇവിടുന്ന് അങ്ങോട്ട് ഇനി അടുത്ത ഹെയർ പിന്നാണ്. അങ്ങനെ കുന്നിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഇറങ്ങി ചുറ്റി വരിക. അപ്പോൾ അടുത്ത ഹെയർ പിന്നാണ്. ഇവിടെ നിന്നിങ്ങനെ വളഞ്ഞ് ഇവിടെ നിന്നിങ്ങനെ നല്ല ഓഫ് റോഡ് വണ്ടിയൊക്കെ ആണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഈ റോഡ്. അപ്പോൾ ഏകദേശം നമ്മൾ കുന്നിൻ്റെ പകുതിയോളം ഇങ്ങ് താഴ്ത്തി. ഈ മലയുടെ പകുതിയോളം എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ. പകുതി ഭാഗത്ത് നിന്ന് കാണുന്ന കാഴ്ച ഇതാണ്. നല്ല എന്തൊക്കെയാണ്, നല്ല ഇല്ല വെൽവെറ്റ് പുതപ്പ് വിരിച്ചേക്കുന്നത് പോലെ നല്ല സെറ്റായിട്ട് കിടക്കുന്നത്. അടിപൊളി. അതൊക്കെയാണ് കിടുക്കാച്ചി. അത് ഇവിടെ ഇന്ന് ആ സൈഡിനോട്ട് ആ മുകൾ ഭാഗത്തോട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളി ലുക്ക്. നല്ല ഇങ്ങനെ നമ്മളില്ലേ പുൽത്തകിടിയില്ലേ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ, അപ്പം അത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് പോലെ ഇരിക്കുന്നത്. അങ്ങ് താഴെ ഒരു കുളം കാണാം കേട്ടോ. ഇതുകൊണ്ട് അവിടെ അപ്പോൾ ഇത് ഇവിടുത്തെ കൃഷി ആവശ്യത്തിന്, അതായത് ഇവിടുത്തെ ഇതിന് വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ താഴെ രണ്ട് കുളമുണ്ട്. നമ്മൾ നേരത്തെ ആ മുകളിൽ നിന്ന് കണ്ട ഷെഡ്, അതായത് വീട്, ഇവിടുത്തെ ജോലിക്കാർക്കൊക്കെ താമസിക്കാനായിട്ടുള്ള സൗകര്യമുള്ള വീട്.